നമസ്കാരം, എല്ലാ മാന്യ പ്രേക്ഷകർക്കും 7 ടൈമിന്റെ ടേസ്റ്റിലേക്ക് സ്വാഗതം. അസോസിയേറ്റ് സ്പോൺസർഡ് ബൈ അൽ മുക്താർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്, കനാൽ സൂപ്പർ മാർക്കറ്റ് കാഞ്ഞിരംകുളം, ഗോപു സൂപ്പർ മാർക്കറ്റ് ഉച്ചക്കട. ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വീട്ടിൽ തന്നെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു ഫ്രൈഡ് ചിക്കൻ്റെ റെസിപ്പിയാണ് നോക്കുന്നത്. ആദ്യമായിട്ട് ഈ ഫ്രൈഡ് ചിക്കൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നോർമൽ ആയിട്ടുള്ള വാട്ടറിൽ ഒരു 2 ടീസ്പൂൺ വിനാഗിരി ഒഴിച്ച് അതിനോട് കുറച്ച് ഉപ്പും ഇട്ട് നമ്മൾ ഈ ചിക്കനെ സോക്ക് ചെയ്യുക. അത് വേറെ ഒന്നിനുമല്ല, ചിക്കൻ ഒരു ജ്യൂസി ഫീൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. 1 മണിക്കൂറോളം നമ്മളിങ്ങനെ വിനാഗിരി ഒഴിച്ച് ഈ ലിക്വിഡിൽ നമ്മൾ ചിക്കനെ സോക്ക് ചെയ്ത് വെക്കും. ചിക്കൻ നമ്മൾ സോക്ക് ചെയ്തല്ലോ, ഇനി ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങൾ നമുക്ക് ആവശ്യമുണ്ട്. അതിനായിട്ട് ആദ്യം ഒരു 10ഓളം വെളുത്തുള്ളിയും ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചിയും നമ്മൾ പേസ്റ്റ് ചെയ്ത് വെച്ചതാണ്. ഇത് നന്നായിട്ട് പേസ്റ്റ് ആയിട്ടില്ല, ചെറിയ രീതിയിലുള്ള പേസ്റ്റ്. അടുത്ത് ഇതിലേക്ക് ചേർക്കുന്നത് കാശ്മീരി മുളക് പൊടിയാണ്. കാശ്മീരി മുളക് പൊടി എത്രയാണെന്ന് ഞാൻ പറയുന്നില്ല, കാരണം എരിവ് ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ചിട്ടാണ് നമ്മൾ ചേർക്കുന്നത്. ഒരു 3 സ്പൂണോളം കാശ്മീരി മുളക് പൊടി എടുത്തിട്ടുണ്ട്. ഒരു 1/2 ടേബിൾ സ്പൂണ് പെപ്പർ പൗഡർ ചേർത്തിട്ടുണ്ട്. അടുത്ത് ഇതിലേക്ക് ചേർക്കുന്നത് ഒരു 1/4 ടേബിൾ സ്പൂണ് ബേക്കിംഗ് പൗഡറാണ്. ഞാനിവിടെ 2 കിലോ ചിക്കനാണ് എടുത്തത്, അതുകൊണ്ട് തന്നെ 2 ചിക്കൻ ക്യൂബ് കൂടെ ഇട്ടിട്ടുണ്ട്. അടുത്ത് ഇതിലേക്ക് 2 കോഴിമുട്ട കൂടെ പൊട്ടിച്ചൊഴിക്കുകയാണ്. ഇതിലേക്ക് കുറച്ച് കസ്തൂരി മേത്തി ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് ലാസ്റ്റായിട്ട് ഞാൻ ചേർക്കുന്നത് ഉപ്പാണ്. ഉപ്പ് ഓരോരുത്തരുടെ പാകത്തിനനുസരിച്ച് ഉപ്പ് ചേർക്കാം. ഇതും ചേർത്തിട്ട് നമുക്കിതൊന്ന് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമുക്കൊരു 1/4 കപ്പ് കേർഡ് ചേർക്കാം. ഇതിലേക്ക് നമുക്കൊരു 1/2 കപ്പ് പാലും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ചിക്കനെ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാം റെഡിയായി. നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ച ചിക്കൻ ഇപ്പോൾ 1 മണിക്കൂറായി. അതിന് ആ വെള്ളത്തിന് കംപ്ലീറ്റ് ആയിട്ട് ഡ്രൈഡ് ആക്കി നമ്മൾ ആ ചിക്കൻ എടുത്ത് ഈ മാരിനേറ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്ന ഇറക്കി വെക്കും. അതൊരു 2 മണിക്കൂറോളം ഇങ്ങനെ വെക്കണം. ചിക്കനെ നമ്മൾ നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് ഒരു 2 മണിക്കൂറത്തേക്ക് ഇനി വെച്ചേക്കുകയാണ്. 2 മണിക്കൂർ കഴിഞ്ഞ് നമുക്ക് ബാക്കി പ്രൊസീജിയർ ചെയ്യാം. ചിക്കൻ കോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 2 ബൗള് മൈദ എടുക്കുകയാണ്. ഇതിലേക്ക് നമുക്കൊരു 3/4 കപ്പ് കോൺഫ്ലോർ ചേർക്കാം.
ഇതിലേക്ക് ഒരു 1/4 കപ്പ് നമുക്ക് കസ്റ്റേർഡ് പൗഡർ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് ബേക്കിംഗ് പൗഡറും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇത് ചിക്കനെ കോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ മിക്സ് ചെയ്തെടുക്കുന്നത്. മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഇതിൽ നമ്മൾ നന്നായിട്ട് കോട്ട് ചെയ്യും. നമ്മൾ മാരിനേറ്റ് ചെയ്യാൻ വെച്ച ചിക്കൻ ഏകദേശം ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞു. ഞാൻ 2 മണിക്കൂറൊന്നും വെച്ചില്ല, 1.5 മണിക്കൂർ കഴിഞ്ഞു. അതിനെ നമുക്ക് ഈ മിക്സിൽ നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കാം. കോട്ട് ചെയ്യുമ്പോൾ കുറച്ചൊക്കെ താഴെ പോകുന്നുണ്ട്, അതൊന്നും നോക്കണ്ട. ഈ മാരിനേറ്റ് ചെയ്യാൻ വെച്ച ലിക്വിഡിൽ നമ്മൾ ബാലൻസ് കുറച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ കോട്ട് ചെയ്തതിനെ നമുക്ക് വീണ്ടും ഇതിലൊന്നുകൂടെ ഒന്ന് മുക്കിയതിന് ശേഷം വീണ്ടും നമുക്ക് ഈ കോട്ട് ചെയ്യാൻ വെച്ച മിക്സത്തിൽ മുക്കി നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കും. ഒരു 5 മിനിറ്റോളം ഇതിനെ നമുക്ക് കോട്ട് ചെയ്യാൻ വേണ്ടി എടുത്തതിൽ മുക്കിയിട്ട് ഒരു 5 മിനിറ്റോളം വീണ്ടും വെച്ചേക്കണം. വീണ്ടും അതിൽ മുക്കി നമുക്കൊന്നുകൂടെ ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. പിന്നെ നമുക്ക് എല്ലാ ചിക്കൻ പീസും ഇങ്ങനെ തന്നെ കോട്ട് ചെയ്ത് വീണ്ടും മുക്കി വീണ്ടും കോട്ട് ചെയ്ത് നമുക്ക് 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. എൻ്റെ ഇരിക്കുന്ന ബൗൾ ചെറുതായതുകൊണ്ടാണ് ഇങ്ങനെ സ്പില്ലായി പോകുന്നത്. നിങ്ങളൊരു അത്യാവശ്യം വലിയ ബൗൾ എടുത്താൽ മതി. അടുപ്പിലേക്ക് ഞാനൊരു ഉരുളി വെച്ചിട്ട് ഇതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കുന്നത്. കോട്ട് ചെയ്ത ചിക്കനെല്ലാം ഒരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിലോട്ട് ഇട്ട് തിരിച്ചും മറിച്ചും ഇട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിത് മീഡിയം ഫ്ലെയിമിലാണ് വെച്ചേക്കുന്നത്.
നമുക്ക് എല്ലാവർക്കും വീട്ടിൽ തന്നെ ചെയ്ത് നോക്കാമെന്നുള്ളൂ. വീട്ടിലുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും തന്നെയാണ് ഞാനിതിൽ ആഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ നിങ്ങൾക്ക് ചിലപ്പം തോന്നുക ഈ കസ്തൂരി മേത്തിയും ഇതെല്ലാം എല്ലാ വീട്ടിലും കാണുമെന്ന്. ചിക്കനെ നമുക്ക് 3-4 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ടിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അതിൽ തീ കൂടാണ്ട് ശ്രദ്ധിക്കണം, എങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച ടേസ്റ്റിൽ കിട്ടത്തില്ല.
നമ്മൾ ആദ്യം ഈ ചിക്കനെ നോർമൽ വാട്ടറിൽ ഒരു 2 സ്പൂൺ വിനാഗിരിയും കുറച്ച് ഉപ്പും ചേർത്ത് 1 മണിക്കൂർ സോക്ക് ചെയ്ത് വെച്ചു. അതിനുശേഷം ഇതിനെ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എടുത്തത് കാശ്മീരി ചില്ലി, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, കസ്തൂരി മേത്തി, ചിക്കൻ ക്യൂബ്, 2 മുട്ട, കുറച്ച് ബേക്കിംഗ് സോഡ, കേട്, പാല്, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്.